അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറിയിലെ തീപിടുത്തം സംബന്ധിച്ച് പ്രദേശവാസികളുമായി ഇന്ന് ചർച്ച നടത്തും. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷേധക്കാരും BPCL അധികൃതരുമായി ചർച്ച നടത്തുന്നത്. 45 കുടുംബങ്ങളെ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് BPCL കൊച്ചിൻ റിഫൈനറിക്കകത്തെ ഹൈടെൻഷൻ ലൈനിൽ തീപിടുത്തമുണ്ടായത്. ഭൂമിക്കടിയിലുള്ള 200 മീറ്ററോളം കേബിൾ കത്തിനശിച്ചു. അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുകയും ദുർഗന്ധവും ഉയർന്നു. പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. ഇവരെ പ്രദേശത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ BPCL തൊഴിലാളികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. BPCL അധികൃതർ അപകട മുന്നറിയിപ്പ് നൽകിയില്ലെന്നും സുരക്ഷാ മുൻകരുതലുകളിൽ വീഴ്ച സംഭവിച്ചുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വണ്ടികളൊക്കെ തടഞ്ഞിരിക്കുകയാണല്ലോ പോലീസ്. ഇപ്പോൾ എന്തിനാ തടഞ്ഞേക്കണേ? അതിൽ കൂടെ പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണല്ലോ. അവിടെ ശ്വസിക്കാൻ പറ്റില്ല. അവിടെയുള്ള 42 വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർ ജീവിക്കണ്ടേ? അവരെന്ത് തെറ്റ് ചെയ്തു? അയ്യങ്കുഴി പ്രദേശം ബഫർ സോൺ നടപ്പിലാക്കണം. 500 മീറ്ററിനപ്പുറത്തേക്ക് ആൾക്കാർ താമസിക്കാൻ പറ്റില്ല. അവർ ഒഴിവാക്കി സ്ഥലം ഏറ്റെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. BPCL ഗേറ്റിന് മുന്നിലെ റോഡും പ്രതിഷേധക്കാർ ഉപരോധിച്ചു. പോഞ്ഞാശ്ശേരി ചിത്രപ്പുഴ റോഡിൽ പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ബെന്നി ബെഹനാൻ MP, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധക്കാരും BPCL അധികൃതരുമായി ചർച്ച നടത്തും. ജനം, കൊച്ചി.